ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ന്യൂ വീഡിയോ, ന്യൂ എപ്പിസോഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ ഏറ്റവും പുതുപുത്തൻ എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സച്ചിയും രേവതിയും തമ്മിലുള്ള സംഭാഷണ ശൈലങ്ങളിലൂടെയാണ്. അപ്പോൾ രേവതിനെ ഉന്തുവണ്ടിയിൽ തള്ളിക്കൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് നമ്മുടെ സച്ചി വരുന്നു. സച്ചി വന്നു കഴിയുമ്പോൾ അതിനുശേഷം അവർ തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. നിന്നെ അമ്മ മുങ്ങിയതിനെക്കുറിച്ചും ഒഴിവായതിനെക്കുറിച്ചൊക്കെ രേവതി സച്ചിയോട് സംസാരിക്കുന്നു. അപ്പോൾ നിന്നെ ഈ പരുവത്തിലാക്കിയവനെ ഞാൻ കണ്ടില്ല, ആ ഒരു വിഷമമേ എനിക്ക് ഉള്ളൂ എന്ന് നമ്മുടെ ഇവൻ പറയുന്ന സച്ചി രേവതിയോട് പറയുന്നു. സോ ആ ഒരു സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതിനുശേഷം പിന്നെ അമ്മ ഒഴിവായതിനെക്കുറിച്ചും സെറ്റാവുന്നതിനെക്കുറിച്ചും ഒഴിവായി നടക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ അച്ഛമ്മ വന്ന് നല്ല പണി കിട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു, നല്ല കാര്യമാണ് എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതിപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ശ്രുതി സിറ്റ് ഔട്ടിലേക്ക് ചായയുമായിട്ട് വരുന്നു. ഇത് കാണുമ്പോഴേക്കും രേവതിയും സച്ചിൻ്റെ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടു കൂടി ഇത് കാണുന്നു. അയ്യോ, ഇതെന്താ ഈ സംഭവം, ഇങ്ങനെയൊക്കെ എന്ത് അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരങ്ങൾ നടത്തുന്നു. സോ അങ്ങനെ ഒരു കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു സീനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കളിയാക്കിക്കൊണ്ട് സച്ചി നമ്മുടെ ശ്രുതിനോട് സംസാരിക്കുന്നു. നീ പോടാ ഇറക്കാന്നൊക്കെ പറയുന്നു. ശ്രുതിയും തിരുമറി വിടുന്നു. അപ്പോൾ നമ്മുടെ രേവതിയും ചായ മേടിച്ച് കുടിക്കും. ചായ കൊള്ളത്തില്ല, എന്ത് ചായ ഇത് എന്ന് പറയുന്നു. വർഷം പോയി പോയി കഴിഞ്ഞിട്ടാണ് പറയുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീകാന്തും വർഷവും എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ് ഗൈസ്, ഞാനതിന് ടൈപ്പ് ചെയ്യാണ്. വർഷവും ശ്രീകാന്തും വർഷയും തമ്മിൽ സ്നേഹ സംഭാഷണം. സോ എന്നിട്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ അമ്മയുടെ കാല് തിരുമുന്ന അച്ഛമ്മയുടെ കാല് തിരുമുന്ന സ്വന്തം മകനെ ആണ്. അതായത് നമ്മുടെ ചന്ദ്രമതിയുടെ ഭർത്താവ്, പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി, പുള്ളിക്കാരനെ കാണിക്കുന്നത്. അപ്പോൾ അവരുടെ കുട്ടിക്കാലത്തും ഞാൻ അമ്മയുടെ കാല് തിരുമ്മി പോയിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭാഷണങ്ങൾ കാണുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രത്യേക സംഭവം നമ്മളെ കാട്ടുന്നുണ്ട്. അത് ആക്ച്വലി വേറെ ഒന്നും തന്നെയല്ല. അതായത് നമ്മുടെ ഇവളില്ലേ വില്ലത്തി, നല്ല ബ്യൂട്ടിഫുൾ സുന്ദരി പെണ്ണ്. സോ
അവൾ മറ്റേ ശ്രുതിയെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അവിടെ നടത്തുന്നതും ഗുണ്ടകളുമായിട്ട് സംസാരിക്കുന്നതും നമുക്ക് കാണുന്നത്. അതിൽ ഗുണ്ടയുമായിട്ട് സംസാരിക്കുമ്പോൾ വേറൊരു സംഭവമുണ്ട്, നിനക്കൊന്നും ബുദ്ധി എടാ. ഗുണ്ടകളപ്പോൾ പറയുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നവനെ കൊല്ലാം, ശ്രുതിനെ വിളിച്ചിട്ട് കടയിൽ നിന്ന് എടുത്ത് സെറ്റാക്കാം എന്നൊക്കെ പറയാം. എന്നാൽ പെട്ടെന്ന് ചെയ് എന്ന് പറയുന്നു. അപ്പോൾ ഫാമിലി പറയുന്നത്, അപ്പോൾ ഗുണ്ട പറയുന്നു അതെന്തായാലും ഇത് നടക്കത്തില്ല മാഡം, ഒരു പ്രശ്നമുണ്ട്, എന്താ ഇന്ന് ഞായറാഴ്ചയാണ്. എന്തിനാണ് ഈ നടക്കാത്ത കാര്യം എന്നോട് കുറിച്ച് പറയുന്നത്, നിനക്കൊന്നും ബുദ്ധിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഗുണ്ട പറയുന്നുണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണിക്ക് വരുമോ എന്നുള്ളത്. അത് ചെയ്യും, ഗുണ്ടകൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പണിക്ക് വരുമോ? ബുദ്ധിയും വിവരം ഇല്ലാത്തതുകൊണ്ടല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത്യാവശ്യം ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്തതല്ലേ നല്ലത്. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധി ആയാലും കുഴപ്പമില്ല, അതും പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ ആവശ്യത്തിന് അല്ലെങ്കിൽ എന്താ ഒരു മിഡിൽ ഏജ് ബുദ്ധിയുണ്ട്, അതിനപ്പുറം കവിഞ്ഞ ബുദ്ധി ഉള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം കുറിച്ച് ആലോചിച്ചും എന്താണ് ആ ഒരു പഴയ കാര്യത്തെക്കുറിച്ചും പുതിയ കാര്യത്തെക്കുറിച്ചും ഓവർ തിങ്കേഴ്സ് ആകുമ്പോൾ ലാശമൊന്നും നടക്കത്തുമില്ല. ടെൻഷനാവും, ഭയമാവും, പേടിയാവും, ഒരു മാങ്ങി നടക്കില്ല. ലൈഫേ വെറുതെ സ്പോയിലായിക്കൊണ്ടിരിക്കും. സോ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ബുദ്ധിയൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഗൈസ് നല്ലത്. വെറുതെ തന്നെ നമ്മൾ വളരെ ഉണ്ടാക്കിക്കൂട്ടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൂ, വട്ട് കേസ് പറയണമുണ്ട്. പറ്റിയില്ലേട്ടെ. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ അത് വർഷമേ ഉള്ളൂ. ശ്രുതിയും അച്ഛമ്മയായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ വരുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് അവിടെ കാട്ടുന്നത്. എന്നായിരിക്കും, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഞാനത് ഫുള്ള് കണ്ടില്ല, അത്രയും കൊണ്ട് ആളെ തീർക്കുവാണ്. സോ എനിക്ക് ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയും പുതിയ സംഭവങ്ങളും വീണ്ടും കാണാം ഗൈസ്. ബൈ.